ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ പോവാട്ടോ. നന്നായി പഴുത്ത പൈനാപ്പിൾ മുറിച്ചെടുത്ത് നമ്മൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത പൈനാപ്പിൾ നമ്മൾ അരിച്ചെടുത്തു കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം കേട്ടോ പൈനാപ്പിൾ അരച്ചെടുക്കാൻ. ജാമിന് നല്ല മധുരം വേണമല്ലോ, അപ്പം നമ്മൾ നന്നായി പഞ്ചസാര ചേർത്ത് അത് കുറുക്കിയെടുക്കാൻ പോവാട്ടോ. ജാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാലേ കുറച്ച് നേരത്തെ പണിയാട്ടോ. നമ്മൾ തീ കൂട്ടിയും കുറച്ചും ജ്യൂസിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഈ പാകത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പാകമാകുമ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? ജാം കേടാവാതിരിക്കാനുള്ള നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ നമ്മുടെ ചെറുനാരങ്ങ. ചെറുനാരങ്ങ ചേർത്ത് കൊടുത്ത് നമ്മുടെ ജാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന പരുവമാണ് നമ്മുടെ ജാമിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. വെള്ളമയില്ലാത്ത ചില്ലു കുപ്പിയിലേക്ക് നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ജാം ഒഴിച്ചു വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പൈനാപ്പിൾ മാത്രമല്ല കേട്ടോ, എന്ത് ഫ്രൂട്ട് കിട്ടിയാലും നമുക്കത് ജാം ഉണ്ടാക്കാൻ പറ്റുമോ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രുചി തന്നെ നമുക്ക് ഈ ജാം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാടോ. അത് കാണുമ്പോൾ അല്ലെങ്കിൽ അവർ കഴിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. സിദ്ധുവിന് എന്തായാലും ജാം ഇഷ്ടമായിട്ടോ, അവനത് കഴിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അവന് സ്കൂളിൽ സ്നാക്സ് കൊടുത്തു വിട്ടത് ഈ ബ്രെഡും ജാമും തന്നെയാട്ടോ. ഒരു കെമിക്കലും ചേർക്കാത്ത നമ്മുടെ ഈ പൈനാപ്പിൾ ജാം ഉണ്ടല്ലോ, ഒരാഴ്ച വരെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് തന്നെയാട്ടോ നല്ലത്. അപ്പോൾ എല്ലാവരും ഈ ജാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. കൂട്ടുകാരെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.